പഴയ മുഖ്യമന്ത്രി ഇക്ക നയനാർ സാറിന്റെ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം തന്നെ. അതെ, ആ കൊടുങ്ങല്ലൂരേ ആ കുക്കിംഗ് ഗ്യാസ് വിതരണം ഇപ്പൊ നിലച്ചിട്ടാണ്. കുക്കിംഗ് ഗ്യാസ് ബുക്കിംഗ് ഗ്ലാസാ കുക്കിംഗ് ഗ്യാസോ? അതെ, അത് നിലച്ചിരിക്കുന്നോ? അതെ ആ അതെ, അവിടെ കൊടുങ്ങല്ലൂര് ഒരു സ്ഥിരം ഏജൻസിയെ നിർമ്മിക്കണം. അതെയോ? ആ, നോക്കാം, ആലോചിക്കാം കേട്ടോ. അവിടെ ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോന്ന്? ഉവ്വ് ഉവ്വ് ഉവ്വ്. ആ നോക്കാം. കിട്ടിന്ന് പറഞ്ഞ് കാർഡ് വന്നിട്ടുണ്ട് ഇന്നലെ. കാർഡ് വന്നോ? ആ, അപ്പൊ ഏതായാലും പരിശോധിച്ച് നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം കേട്ടോ. ഓഫീസറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം, ബന്ധപ്പെട്ടവരുടെ കേട്ടാ. ആ, സുഖം തന്നെയല്ലേ? ആ കുറച്ച് സുഖിച്ചാ മരുന്ന് കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. വെക്കട്ടെ. ആ കുക്കിംഗ് ഗ്യാസിന് ഇത്രയധികം ഡിമാൻഡ് ഉണ്ട്. ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂര്. ആരാടോ? എന്റെ പേര് വത്സരാജ് എന്നാണ് സാറേ. വത്സലയാ? വത്സരാജ്. വത്സരാജ്. ചെറുവത്തൂര് വത്സരാജന്മാരുണ്ടോ? ഉണ്ട് സാറേ. ആ എന്നാ പറ. മലയാളി സാറേ, പച്ച മലയാളി, കാസർഗോഡ് ജില്ലക്കാരനാ. കാസർഗോഡ് ജില്ലക്കാരൻ തന്നെയാണ്. കാസർഗോഡ് ജില്ലക്കാരൻ തന്നെയാണാ? ആ എന്താ വിഷയം പറ നീ. അത് നമ്മുടെ നാട്ടിലെ സന്ധ്യ ആയി കഴിഞ്ഞാലേ രക്ഷയില്ലേ? രക്ഷയ്ക്കുണ്ട് സാറേ. ഈ ബൾബ് കത്തുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ. ഓ അത് ശരി, ബൾബിന്റെ കാര്യം. കത്തുന്നുണ്ടെന്ന് അറിയണം, നമ്മൾ ലൈറ്റ് അടിച്ചതിന്റെ മുകളിലേക്ക് നോക്കണം. അതൊന്നും വേണ്ട, കാസർഗോഡ് ഇപ്പൊ കുറച്ച് ലൈറ്റ് കിട്ടുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ഞാൻ ചെറുവത്തൂരിന് ഇവിടെ ഇങ്ങനെ വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനേ ഇല്ല സാറേ ഇപ്പൊ കുറെ നാളായിട്ട്. എനിക്കറിയില്ലേ, ചെറുവത്തൂര് ഞാനും വൈ നടന്നവനല്ലേ രാജ്യത്ത്. എന്റെ സാറേ, അത് കുറെ നാളെ മുമ്പല്ലേ സാറേ കൈവരൊക്കെ വന്നിരുന്നത്. വരാറില്ലല്ലോ. അപ്പൊ അന്ന് ഇലക്ട്രിസിറ്റിയേ ഇല്ല. ഇന്നിപ്പം വിദ്യുത് ശക്തി ഒരു ബൾബെങ്കിലും ഉണ്ടല്ലോ. സാറേ, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും ഗുണമായിരുന്നു സാറേ, കാരണം ഇത്തിരി മണ്ണെണ്ണ കിട്ടും നമുക്ക് റേഷൻ കടയിൽ നിന്ന്. അപ്പൊ അല്ല, നിങ്ങൾക്ക് അവിടെ വിദ്യുത് ശക്തി ഇല്ലെങ്കിൽ, ലൈറ്റ് ഇല്ലെങ്കിൽ വിദ്യുത് ശക്തി വകുപ്പ് കണ്ണൂർ ഹെഡ്ക്വാർട്ടറിന് വിവരം കൊടുത്തൂടെ? ഒന്ന് മന്ത്രിക്ക് കൊടുക്കുക, ഒന്ന് എനിക്ക് വയക്കുക. ഞാൻ തീർച്ചയായിട്ടും സാറേ. റൈറ്റ്. സാറേ, പിന്നെ വേറൊരു പ്രശ്നം. പറയാറോ, ചെറുവത്തൂരുകാരെന്താ പറഞ്ഞോട്ടെ. എന്ന് പറയട്ടെ സാറേ. പറ. പിന്നെ സാറേ, നമ്മുടെ നാട്ടില് ഒരു കുളം ഉണ്ടായിരുന്നു സാറേ, ഒരു പഞ്ചായത്ത് കുളം. പഞ്ചായത്ത് കുളം? ഒരു 10-600 പേര് കുളിച്ചിരുന്ന ഒരു കുളം. അത് ഒരു സ്കൂളിന്റെ താഴെ, നമ്മള് കുട്ടമത്ത് സ്കൂള്. കുട്ടമത്ത് സ്കൂൾ. എന്താ ഇപ്പൊ കുഴപ്പം അവിടെ? അതിനകത്ത് ഇതിനിടെ ഒരു 2-3 ആഴ്ച വരെ ആത്മഹത്യ നടന്നിരുന്നു. വെള്ളത്തിലാ ആത്മഹത്യ? വെള്ളത്തില് ഒരു ദരിദ്രവാസി വന്ന് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് എന്ത് ഇപ്പൊ വെള്ളം പൂട്ടിയാ? അല്ല സാർ, ഇപ്പൊ അതുകൊണ്ടല്ലേ സ്കൂൾ കുട്ടികൾക്ക് വന്ന് കൈ കഴുകാനും എല്ലാം വേണ്ടി ഇപ്പൊ മുട്ടിയിരിക്കുക. അല്ലാതെ ഒരാൾക്ക് വെള്ളം കുളിക്കാനും പറ്റില്ല. അതൊന്ന് ആ വെള്ളം അടിച്ച് മാറ്റിയിട്ട് നന്നായിക്കൂടെ?